Dear students, today we are going to study about marketing management. In the previous class, we were studying about marketing, etc. അല്ലേ മാർക്കറ്റ് എന്താണെന്നും മാർക്കറ്റിംഗ് എന്താണെന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ഇനി എന്താണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് നോക്കാം. മാർക്കറ്റിംഗ് മാനേജ്മെന്റ് സിംപ്ലി മീൻസ് മാനേജ്മെന്റ് ഓഫ് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് അല്ലേ. മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിനെ മാനേജ് ചെയ്യുക. മാനേജ്മെൻറ്റ് എന്നുള്ള കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഫെമിലിയർ ആണ്. മാനേജ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട കോമ്പണൻസുകൾ ഏതൊക്കെയാണ്? പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ് ആൻഡ് ഇവാലുവേറ്റിംഗ്. ഇതൊക്കെയാണ് മാനേജ്മെൻറ്റിൻ്റെ മെയിൻ ആയിട്ടുള്ള കോമ്പണൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാനേജ്മെൻറ്റ് കോമ്പണൻസ് മാർക്കറ്റിങ്ങിൽ അപ്ലൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. Marketing management is the application of management tools and techniques in the efficient utilization of available resources, and it involves planning, implementation and control of marketing programs included in the process of marketing. മാർക്കറ്റിംഗ് പ്രോസസ്സിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള എല്ലാ പ്രോഗ്രാമിനെയും പ്ലാൻ ചെയ്യുകയും ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സ്. അതേപോലെ തന്നെ അവൈലബിൾ ആയിട്ടുള്ള മാർക്കറ്റിംഗ് റിസോഴ്സസ് എഫിഷ്യൻ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാനേജ്മെൻറ്റ് ടൂൾസ് ആൻഡ് ടെക്നിക് അപ്ലൈ ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ഫിലിപ്പ് കോട്ട്ലർ, marketing management is the arts and science of choosing target market and getting, keeping and growing customers through creating, delivering and communicating superior customer value. എന്താണ് ഫിലിപ്പ് കോട്ട്ലർ പറഞ്ഞിരിക്കുന്നത്? ഫിലിപ്പ് കോട്ട്ലറുടെ അഭിപ്രായത്തിൽ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ആർട്സ് ആൻഡ് സയൻസ് ഓഫ് ചൂസിങ് ടാർഗറ്റ് മാർക്കറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ടാർഗറ്റ് മാർക്കറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ചൂസ് ചെയ്യുന്നു. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് എ പ്ലേസ് വെയർ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് മീറ്റ് ടുഗെദർ ആൻഡ് ബൈ ആൻഡ് സെൽ ദയർ പ്രോഡക്റ്റ് അല്ലേ. ദെൻ ആ ഒരു പ്ലേസ്, ആ ഒരു ടാർഗറ്റ് മാർക്കറ്റ് അല്ലെങ്കിൽ ടാർഗറ്റ് കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യുന്നു? സെലക്ട് ചെയ്യുന്നു, ചൂസ് ചെയ്യുന്നു. ആൻഡ് ഗെറ്റിംഗ്, കീപ്പിംഗ് ആൻഡ് ഗ്രോവിങ് കസ്റ്റമേഴ്സ്, ആ മാർക്കറ്റിൽ നിന്ന് കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നു, അവരെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, അവരെ കൂടുതൽ എന്ത് ചെയ്യുന്നു? ഗ്രോ ചെയ്യുന്നു. എങ്ങനെയാണ്? ത്രൂ ക്രിയേറ്റിംഗ്, ഡെലിവറിങ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് സുപ്പീരിയർ കസ്റ്റമർ വാല്യൂ. കസ്റ്റമർ എക്സ്പെക്റ്റ് ചെയ്യുന്ന സുപ്പീരിയർ കസ്റ്റമർ വാല്യൂ ക്രിയേറ്റ് ചെയ്തുകൊണ്ട്, ഡെലിവർ ചെയ്തുകൊണ്ട്, അത് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ട് കസ്റ്റമേഴ്സിനെ നമ്മൾ ഉണ്ടാക്കുകയും മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ അല്ലെങ്കിൽ ഒരു ആർട്സ് ആൻഡ് സയൻസിനെയാണ് നമ്മൾ ഏതെന്ന് പറയുന്നത്? മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു അമേരിക്കൻ മാർക്കറ്റിംഗ് അസോസിയേഷൻ, marketing management is the process of planning and executing the consumption, pricing, promotion and distribution of goods, ideas and service to create exchanges that satisfy individual and organizational objective. ഫേമസ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൻ്റെ ഡെഫിനേഷനാണ് എഴുതിയിരിക്കുന്നത്. മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാൻ ചെയ്യുക, പ്രോഡക്റ്റിനെ കുറിച്ചോ ഐഡിയാസിനെ കുറിച്ചോ സർവീസസിനെ കുറിച്ചോ പ്ലാൻ ചെയ്യുക. ആ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ അത് എക്സിക്യൂട്ട് ചെയ്യുക. ആ ഒരു പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ഐഡിയാസിൻ്റെ സർവീസസിൻ്റെ കൺസംഷൻ തുടങ്ങി തന്നെ അത് എക്സിക്യൂട്ട് ചെയ്യുക, അതിന് പ്രൈസ് കൊടുക്കുക, ആ ഒരു പ്രോഡക്റ്റ്, ഗുഡ്സ്, ഐഡിയ, സർവീസസ് അതിനെ പ്രൊമോട്ട് ചെയ്യുക, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അൾട്ടിമേറ്റ് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ എക്സ്ചേഞ്ച് പ്രോസസ്സിലൂടെ അത് എത്തിച്ചു കൊടുക്കുക. അങ്ങനെ എത്തിച്ചു കൊടുക്കുന്നതിലൂടെ കസ്റ്റമേഴ്സിൻ്റെയും ഇൻഡിവിജ്വലിൻ്റെയും അതോടൊപ്പം തന്നെ ഓർഗനൈസേഷൻ്റെയും ഒബ്ജക്റ്റീവ് എന്ത് ചെയ്യുക? സാറ്റിസ്ഫൈ ചെയ്യുക. നമുക്കറിയാം ഒരു മാർക്കറ്റിങ്ങിലൂടെ ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് മാക്സിമൈസേഷനാണ്. ഇൻഡിവിജ്വലിൻ്റെ കസ്റ്റമറുടെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനാണ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിങ്ങിലൂടെ അല്ലേ, പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് അത് പ്രൊമോട്ട് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിലൂടെ ദ സെയിം ടൈം മാർക്കറ്ററുടെയും ഇൻഡിവിജ്വൽ കസ്റ്റമറുടെയും നീഡ് എന്ത് ചെയ്യപ്പെടുന്നു? സാറ്റിസ്ഫൈ ചെയ്യപ്പെടുന്നു. അല്ലെങ്കിൽ അങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യപ്പെടുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഒബ്ജക്റ്റീവ് ഓഫ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്. The main objectives of marketing management is first one, creating new customers. നമുക്കറിയാം nowadays customer is the king of the
market. So creating new customer is very essential for ensuring the success of business organization. അപ്പോൾ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് അത് കറക്റ്റായിട്ട് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യുന്നതിലൂടെയും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിലൂടെയും ന്യൂ കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, സാറ്റിസ്ഫൈങ് ദ നീഡ്സ് ഓഫ് ദി കസ്റ്റമർ. നമുക്കറിയാം മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ കസ്റ്റമറുടെ നീഡ്സും വാണ്ട്സും ഐഡൻറ്റിഫൈ ചെയ്യുകയും അതനുസരിച്ച് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയും ആ ഒരു പ്രോഡക്റ്റ് ഡെലിവർ ചെയ്യുന്നതിലൂടെ കസ്റ്റമറുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുകയും ചെയ്യണം. ആ ഒരു മാർക്കറ്റിങ്ങിനെ മാനേജ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ അനദർ ഒബ്ജക്റ്റീവ് ഓഫ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് ഈസ് ടു സാറ്റിസ്ഫൈ ദ നീഡ് ഓഫ് customers. Second one, next one, enhancing the profitability of business. നമ്മൾ ഡെഫിനേഷൻ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൻ്റെ ഗോൾ എന്ന് പറയുന്നത് സാറ്റിസ്ഫൈ ബോത്ത് ഇൻഡിവിജ്വൽസ് ഒബ്ജക്റ്റീവ് ആൻഡ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്. അപ്പോൾ ഇൻഡിവിജ്വലിൻ്റെ ഒബ്ജക്റ്റീവാണ് നമ്മൾ സെക്കൻഡ് വൺ ആയിട്ട് പറഞ്ഞത്, അവരുടെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ്. തേർഡ് വൺ പറയുന്നത് ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോഫിറ്റ് മാക്സിമൈസേഷനാണ്. അപ്പോൾ ആ ഒരു പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്. നെക്സ്റ്റ് വൺ, റൈസിങ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് പീപ്പിൾ. എങ്ങനെയാണ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇൻക്രീസ് ചെയ്യുന്നത്? ക്വാളിറ്റി പ്രോഡക്റ്റ് റീസണബിൾ പ്രൈസിൽ അവൈലബിൾ ആവുമ്പോഴും അത് വാങ്ങാനുള്ള പർച്ചേസിങ് പവർ കസ്റ്റമേഴ്സിന് ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണ് അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്ത് ചെയ്യുന്നത്? ഇൻക്രീസ് ചെയ്യുന്നത്. മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് ഹെൽപ്സ് ടു പ്രൊഡ്യൂസ് ഗുഡ്സ്, സർവീസ് ആൻഡ് ഐഡിയാസ് അറ്റ് റീസണബിൾ കോസ്റ്റ്. സോ ഓർഗനൈസേഷൻ എന്ത് ചെയ്യാൻ സാധിക്കും? ഈ ഒരു പ്രോഡക്റ്റും സർവീസസൊക്കെ അഫോർഡബിൾ കോസ്റ്റിൽ തന്നെ, അഫോർഡബിൾ പ്രൈസിൽ തന്നെ കസ്റ്റമേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും. ദെൻ ഡിറ്റർമിനിങ് മാർക്കറ്റിംഗ് മിക്സ്. മാർക്കറ്റിംഗ് മിക്സ്, പ്രൈസ് എന്തായിരിക്കണം, നമ്മുടെ പ്രോഡക്റ്റ്, പ്രൊമോഷൻ എങ്ങനെ വേണം, അങ്ങനെയുള്ള ആ ഒരു മാർക്കറ്റിംഗ് മിക്സിനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഡിസ്കസ് ചെയ്യും. മാർക്കറ്റിംഗ് മിക്സ്, നമ്മുടെ ഓർഗനൈസേഷൻ്റെ മാർക്കറ്റിംഗ് മിക്സ് ഡിറ്റർമിൻ ചെയ്യാൻ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് സഹായിക്കുന്നു, അല്ലെങ്കിൽ അത് ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളതാണ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൻ്റെ another objective ആയിട്ട് പറയുന്നത്. These are the important objective of marketing management. They are creating new customers, satisfying the need of customers, enhancing the profitability of business organization, raising the standard of living of the people, determining marketing mix. Next one, nature of marketing management. Marketing management in the nature or characteristics of marketing management. Then the important characteristics of marketing management are, first one, it is a managerial function. Marketing management is a managerial function. As a managerial function, it includes analysis, planning, implementation and control of marketing activities. ഞാൻ ആദ്യമേ പറഞ്ഞു, മാനേജ്മെൻറ്റിൻ്റെ കോമ്പണൻസ് ഒക്കെ മാർക്കറ്റിങ്ങിൽ അപ്ലൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു മാനേജേരിയൽ ഫംഗ്ഷൻ ആണെന്ന് പറയാൻ കാരണം. മാനേജേരിയൽ ഫംഗ്ഷൻ ഏതൊക്കെയാണ് നിങ്ങൾക്ക് അറിയുന്നതാണ്. പ്ലാനിങ്, ഓർഗനൈസിങ്, കൺട്രോളിങ്, ഇവാലുവേഷൻ, ഇംപ്ലിമെൻറ്റേഷൻ, ഇതൊക്കെയാണ് മാനേജേരിയൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഈ മാനേജേരിയൽ ഫംഗ്ഷനൊക്കെയാണ് നമ്മൾ മാർക്കറ്റിങ്ങിൽ അപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ അങ്ങനെ അപ്ലൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ദ ഫസ്റ്റ് നാച്ചർ ഓഫ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് ഈസ് ഇറ്റ് ഈസ് എ മാനേജേരിയൽ ഫംഗ്ഷൻ. The second one is goal oriented. Marketing management is a purposive activities. It aims at satisfying the needs of customer by offering them products and generating revenue for the business. അല്ലേ, ഇത് നമ്മൾ ഡെഫിനിഷൻ പറഞ്ഞതാണ്. മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഗോൾ ഓറിയൻറ്റഡ് ആണ്. എന്താണ് ഗോൾ എന്ന് പറയുന്നത്? രണ്ട് ഗോൾ ഉണ്ട് അല്ലേ. ടു സാറ്റിസ്ഫൈ ദി നീഡ് ഓഫ് കസ്റ്റമർ ആൻഡ് സാറ്റിസ്ഫൈ ദ നീഡ് ഓഫ് ഓർഗനൈസേഷൻ. എന്താണ് കസ്റ്റമറുടെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ അവരെന്താണോ ഒരു പ്രോഡക്റ്റ് വാങ്ങുന്നത് അതിലൂടെ അവർക്ക് അവരുടെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എൻഷുർ ചെയ്യുക. ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ്. സോ ഈ ഒരു മാർക്കറ്റിങ്ങിലൂടെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന ഗോളാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, ഡിറ്റർമിനിങ് അപ്രോപ്രിയേറ്റ് മാർക്കറ്റിംഗ് മിക്സ്.
പറഞ്ഞു മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറഞ്ഞാൽ 4 P's ആണെന്നൊക്കെ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും. പ്രൈസ്, പ്രോഡക്റ്റ്, പ്രൈസ്, പ്രൊമോഷൻ, പ്ലേസ്. ഈ ഒരു 4 P'സിനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത്. മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് ഡിറ്റർമിൻ അപ്രോപ്രിയേറ്റ് മാർക്കറ്റിംഗ് മിക്സ് ഓഫ് ദി ഫേമിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള മാർക്കറ്റിംഗ് മിക്സ്, ദാറ്റ് ഈസ് ഏത് പ്രോഡക്റ്റാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്, ആ പ്രോഡക്റ്റിന് എത്ര പ്രൈസ് ആയിരിക്കണം, ആ പ്രോഡക്റ്റ് എങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്യേണ്ടത്, പ്രൊമോട്ട് ചെയ്ത ആ ഒരു പ്രോഡക്റ്റ് എവിടെ വെച്ചാണ്, ഏത് പ്ലേസിൽ വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്, കസ്റ്റമേഴ്സിന് എക്സ്ചേഞ്ച് ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള മാർക്കറ്റിംഗ് മിക്സ് ഡിറ്റർമിൻ ചെയ്യാൻ ഏത് സഹായിക്കുന്നു, അല്ലെങ്കിൽ ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളതാണ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൻ്റെ ഒരു ക്യാരക്ടറൈസ്. Then next one, specialized function. Marketing management is a highly specialized function. Efficient handling of marketing activity require specialized knowledge of markets, products, consumer taste and preference, behavior, etc. etc. ഒരു സ്പെഷ്യലൈസ്ഡ് ഫംഗ്ഷനാണ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്. ചെയ്യണമെങ്കിൽ ആർക്കെങ്കിലും ചെയ്യാവുന്ന ഒരു ഫംഗ്ഷൻ അല്ല മാർക്കറ്റിംഗ് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത്. മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് ഇഫിഷ്യൻ്റായിട്ട് ചെയ്യണമെങ്കിൽ മാർക്കറ്റിനെ കുറിച്ച് നോളജ് ഉണ്ടായിരിക്കണം, പ്രോഡക്റ്റ് എന്താണെന്ന് അറിയണം, കസ്റ്റമറിൻ്റെ ടേസ്റ്റും പ്രിഫറൻസും ബിഹേവിയറും എന്താണെന്ന് അറിയണം, ഗവൺമെൻറ് പോളിസി, ദെൻ ഡിഫറെൻറ്റ് എൻവിയോൺമെൻറ്റ്, ബിസിനസ് എൻവിയോൺമെൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഒരു സ്പെഷ്യലൈസ്ഡ് നോളേജ് ഉള്ള ഒരാൾക്ക് മാത്രമേ, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന് മാത്രമേ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്ന ഫംഗ്ഷൻ ചെയ്യാൻ സാധിക്കുള്ളൂ. സോ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് ഈസ് എ സ്പെഷ്യലൈസ്ഡ് ഫംഗ്ഷൻ. നെക്സ്റ്റ് വൺ, മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് ഇൻ ആക്ഷൻ. മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് മീൻസ് മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് ഇൻ ആക്ഷൻ. അതായത് നമ്മൾ മാർക്കറ്റിങ്ങിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളെയും കൂടിയിട്ടാണ് നമ്മൾ ഏതെന്ന് പറയുന്നത്, ഈ പറയുന്ന മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് all activities which are necessary to know the needs of customer and then supplies goods and services to satisfy the needs of the customer. അല്ലേ, ആ ഒരു ആക്ടിവിറ്റി നമ്മൾ പറഞ്ഞു, മാർക്കറ്റിംഗ് കോൺസെപ്റ്റിൽ എന്തെല്ലാം ആക്ഷൻ ഉണ്ടോ അതെല്ലാം ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ഒന്നാണ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ആ ഒരു ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇറ്റ് ഇൻവോൾവ്സ് ഓൾ ആക്ടിവിറ്റി വിച്ച് ആർ നെസസറി ടു നോ ദ നീഡ്സ് ആൻഡ് വോൺസ് ഓഫ് ദി കസ്റ്റമർ and then supplies goods and services to satisfy these needs. കസ്റ്റമറുടെ നീഡ്സും വോൺസും എന്താണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റി, അത് മനസ്സിലാക്കി കഴിഞ്ഞ് ആ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക, അത് എന്ത് ചെയ്യുക, സപ്ലൈ ചെയ്യുക. ഇതിലെല്ലാം ഇൻവോൾവ്ഡ് ആയിരിക്കുന്ന എല്ലാ ആക്ടിവിറ്റീസിനെയും കൂടിയതാണ് ഏതെന്ന് പറയുന്നത് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് ഇറ്റ് ഈസ് എ യൂണിവേഴ്സൽ ഫംഗ്ഷൻ. Marketing management is a vital function in both profit-seeking and non-profit-seeking organizations in the world. ലോകത്തിലുള്ള ഏതൊരു ഓർഗനൈസേഷനും, അത് പ്രോഫിറ്റ് സീക്കിംഗ് ആയിക്കോട്ടെ നോട്ട് പ്രോഫിറ്റ് സീക്കിംഗ് ആയിക്കോട്ടെ, ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ് ഏതെന്ന് പറയുന്നത് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ യൂണിവേഴ്സൽ ഫംഗ്ഷൻ. ദീസ് ആർ ദി നേച്ചർ ഓഫ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്. Then next one, marketing management task. Marketing management task. There are 4 basic marketing management tasks. They are, first one, conventional marketing. Conventional marketing. This task is needed when there is a negative demand. നമ്മൾ എപ്പോഴാണ് കൺവേർഷണൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റിൽ നെഗറ്റീവ് ഡിമാൻഡ് ഉള്ളപ്പോഴാണ് നമ്മൾ കൺവേർഷണൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നത്. ദെൻ എപ്പോഴാണ് ഒരു മാർക്കറ്റിൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഡിമാൻഡ് ഉണ്ടായിരിക്കുക, ദ നെഗറ്റീവ് ഡിമാൻഡ് എക്സിസ്റ്റ് വെൻ മെജോറിറ്റി കസ്റ്റമേഴ്സ് ഡിസ്ലൈക്ക് ദ പ്രോഡക്റ്റ്. അല്ലേ, നമ്മുടെ ബിസിനസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പ്രോഡക്റ്റ് മെജോറിറ്റി കസ്റ്റമേഴ്സിന് താല്പര്യമില്ലാതെ വരുമ്പോഴാണ് ഒരു നെഗറ്റീവ് ഡിമാൻഡ് ഉണ്ടാവുക. ആ നെഗറ്റീവ് ഡിമാൻഡുള്ള സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ടാസ്ക്കാണ് കൺവേർഷണൽ മാർക്കറ്റിംഗ് ടാസ്ക് എന്ന് പറയുന്നത്. ദെൻ അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു മാർക്കറ്റിങ്ങിൽ എന്തായിരിക്കും ചെയ്യുന്നത്, ഈ ഒരു മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൽ ഹിയർ ദ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് ഡെവലപ്പ് എ സ്ട്രാറ്റജി or plan
that will try to convert negative demand into positive one. ഇവിടെ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൻ്റെ ടാസ്ക് എന്താണ്? ആ ഒരു നെഗറ്റീവ് ഡിമാൻഡിനെ പോസിറ്റീവ് ഡിമാൻഡായിട്ട് എന്ത് ചെയ്യുന്നു? കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ ടാസ്ക് എന്ന് പറയുന്നത്. ദ മാർക്കറ്റിംഗ് പ്ലാൻ ഓർ ദ മാർക്കറ്റിംഗ് നീഡഡ് ഫോർ ദിസ് ഈസ് നോൺ ആസ് കൺവേർഷണൽ മാർക്കറ്റിംഗ്. അപ്പോൾ ഈ ഒരു കൺവേർഷണൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു നെഗറ്റീവ് ഡിമാൻഡിനെ പോസിറ്റീവ് ഡിമാൻഡാക്കി കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, എപ്പോഴാണ് കൺവേർഷണൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നത്? ഒരു മാർക്കറ്റിൽ നെഗറ്റീവ് ഡിമാൻഡ് എക്സിസ്റ്റ് ചെയ്യുമ്പോഴാണ് കൺവേർഷണൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നത്. ആൻഡ് ദിസ് സ്ട്രാറ്റജി ഈസ് യൂസ്ഡ് ടു കൺവേർട്ട് നെഗറ്റീവ് ഡിമാൻഡ് ഇൻ ടു പോസിറ്റീവ് ഡിമാൻഡ്. എപ്പോഴാണ് നെഗറ്റീവ് ഡിമാൻഡ് ഉണ്ടായിരിക്കുക? മെജോറിറ്റി ഓഫ് ദി കസ്റ്റമേഴ്സ് ഡിസ്ലൈക്ക് ദി പ്രോഡക്റ്റ്, അല്ലേ? കൂടുതൽ ആളുകളും ഡിസ്ലൈക്ക് ചെയ്യുമ്പോഴാണ് അത് നെഗറ്റീവ് ഡിമാൻഡ് ഉണ്ടാവുക. ആ നെഗറ്റീവ് ഡിമാൻഡിനെ പോസിറ്റീവ് ഡിമാൻഡാക്കി മാറ്റുന്ന സ്ട്രാറ്റജിയാണ് നമ്മൾ കൺവേർഷണൽ സ്ട്രാറ്റജി അല്ലെങ്കിൽ കൺവേർഷണൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. Second one is developmental marketing. Developmental marketing. This task is required when there is a latent demand for a product or service. ഒരു പ്രോഡക്റ്റിന് അല്ലെങ്കിൽ സർവീസിന് ലാറ്റൻ്റ് ഡിമാൻഡ് ഉള്ളപ്പോഴാണ് നമ്മൾ ഈ പറയുന്ന ഡെവലപ്മെൻറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉപയോഗിക്കുന്നത്. എന്താണ് ലാറ്റൻ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ലാറ്റൻ്റ് ഡിമാൻഡ് മീൻസ് അൺറിയലൈസ്ഡ് ഡിമാൻഡ് ഫോർ എ പ്രോഡക്റ്റ് ഓർ സർവീസ് ദാറ്റ് ഡു നോട്ട് എക്സിസ്റ്റ് അറ്റ് എ പ്രസൻറ്റ്. അതായത് ഒരു പ്രോഡക്റ്റിന് ഇപ്പോൾ എന്തില്ല? ഡിമാൻഡ് ഇല്ല. പക്ഷേ അത് ഭാവിയിൽ അതിനെന്തുണ്ടാവാം? ഡിമാൻഡ് ഉണ്ടാവാം. അങ്ങനെയുള്ള ഡിമാൻഡിനെയാണ് നമ്മൾ ഏതെന്ന് പറയുന്നത്? ലാറ്റൻ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. എന്താണ് ലാറ്റൻ്റ് ഡിമാൻഡ്? മീൻസ് അൺറിയലൈസ്ഡ് ഡിമാൻഡ് ഓഫ് എ പ്രോഡക്റ്റ് ഓർ സർവീസ് ദാറ്റ് ഡു നോട്ട് എക്സിസ്റ്റ് അറ്റ് പ്രസൻറ്റ്. ആ ഒരു ഡിമാൻഡ്, ആ ഒരു പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് അൺറിയലൈസ്ഡ് ആണ്. ഇതുവരെ ആ ഡിമാൻഡ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിച്ചിട്ടില്ല? റിയലൈസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ആ ഒരു ഡിമാൻഡ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ അത് നമുക്ക് എന്ത് ചെയ്തെടുക്കാം? ക്രിയേറ്റ് ചെയ്ത് എടുക്കാം. അപ്പോൾ അങ്ങനെ ആ ഒരു ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജിയാണ് നമ്മൾ ഡെവലപ്മെൻറ്റൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ദെൻ അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഹിയർ ദ ടാസ്ക് എന്ന് പറയുന്നത് എന്താണ്? ഹിയർ ദ ടാസ്ക് ഈസ് ടു കൺവേർട്ട് ലാറ്റൻ്റ് ഡിമാൻഡ് ഇൻ ടു പോസിറ്റീവ് ഡിമാൻഡ് ഓർ ആക്ച്വൽ ഡിമാൻഡ്. ഇവിടെ നമ്മൾ ആ ഒരു ലാറ്റൻ്റ് ഡിമാൻഡിനെ, ഇപ്പോഴില്ലാത്ത ഒരു ഡിമാൻഡിനെ പക്ഷെ ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു ഡിമാൻഡിനെ നമ്മൾ പോസിറ്റീവ് ഓർ ആക്ച്വൽ ഡിമാൻഡായിട്ട് എന്ത് ചെയ്യുന്നു? കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ടാസ്ക് എന്ന് പറയുന്നത്. അതിന് പല മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് യൂസ് ചെയ്തുകൊണ്ടായിരിക്കും ഈ പറയുന്ന ലാറ്റൻ്റ് ഡിമാൻഡിനെ ആക്ച്വൽ ഡിമാൻഡായിട്ട് എന്ത് ചെയ്യുന്നത്? കൺവേർട്ട് ചെയ്യുന്നത്. ദെൻ അതിനൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഈ ഒരു കാറുകളുടെയൊക്കെ ഒരു ഡിമാൻഡായിരുന്നു. പണ്ട് കാലത്ത് ഈ ഒരു ലോ കോസ്റ്റ് കാറൊന്നും നിലവിലില്ലാത്ത സമയത്ത് അല്ലേ, പാവപ്പെട്ട ആളുകൾക്കും കാർ ആവശ്യമായിരുന്നു. അപ്പോൾ അവിടെ ഒരു ലാറ്റൻ്റ് ഡിമാൻഡ് ഉണ്ട്. ഇപ്പോൾ ആ ഒരു ഡിമാൻഡ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ ലോ കോസ്റ്റിൽ കാറുകൾ നമ്മൾ മാർക്കറ്റ് ചെയ്യാൻ തയ്യാറായാൽ ആ ഒരു ഡിമാൻഡ് അവിടെ ഉണ്ടാവും. അങ്ങനെയാണ് പറയുന്നത് നമ്മുടെ നാനോ കാറൊക്കെ എന്ത് ചെയ്തത്? ഇറക്കിയത്. ആ ഒരു ലോ കോസ്റ്റിൽ നാനോ കാറൊക്കെ വന്നു. ആ നാനോ കാർ വന്നപ്പോൾ ആ ഒരു ലാറ്റൻ്റ് ഡിമാൻഡ്, അതായത് ആ സമയത്ത് ഇല്ലാതിരിക്കുകയും പിന്നീട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയും ചെയ്യുന്ന ഡിമാൻഡാണ് ലാറ്റൻ്റ് ഡിമാൻഡ്. അപ്പോൾ ആ ഒരു ഡിമാൻഡ് എന്ത് ചെയ്യാൻ സാധിച്ചു? നമുക്ക് ആക്ച്വൽ ഡിമാൻഡായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ അങ്ങനെ ആ ഒരു ലാറ്റൻ്റ് ഡിമാൻഡ് നമ്മൾ ആക്ച്വൽ ഡിമാൻഡാക്കി കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡെവലപ്മെൻറ്റൽ മാർക്കറ്റിംഗ് ടാസ്ക് എന്ന് പറയുന്നത്. തേർഡ് വൺ, റീമാർക്കറ്റിംഗ്. Remarketing. Sometimes the demand for a product or service will be falling or faltering. ചില സമയത്ത് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് ഓൾറെഡി നല്ല ഡിമാൻഡുള്ള ഒരു പ്രോഡക്റ്റ് ആയിരുന്നു. ആ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡിൽ കുറവ് വരാം, അല്ലേ? അതിലെന്തെങ്കിലും കുറവ് വരിക, അല്ലെങ്കിൽ നമ്മളത് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ അതിലെന്ത് വരുന്നു? കുറവ് വരുന്നു, അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാൾ കുറവ് വരുന്നു. അതിനൊക്കെയാണ് നമ്മൾ ഫാൾട്ടറിങ് ഡിമാൻഡ് എന്ന് അല്ലെങ്കിൽ ഫോളിങ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഫാൾട്ടറിങ് ഡിമാൻഡ് മീൻസ് ദാറ്റ്
The demand for a product is less than it used to be and further decline in demand is expected. നമുക്ക് ഉണ്ടായിക്കൊണ്ടിരുന്ന ആ ഡിമാൻഡിനേക്കാൾ കുറവായിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാൾ വീണ്ടും എന്ത് ചെയ്യുന്നു, അത് ഡിക്ലൈൻ ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ഫാൾട്ടറിങ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഈ കേസിലാണ് നമ്മൾ ഏത് ടാസ്ക് ഉപയോഗിക്കുന്നത്, റീമാർക്കറ്റിംഗ് എന്നുള്ള ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുന്നത്. ആ ഒരു ടാസ്കിനെയാണ് നമ്മൾ റീമാർക്കറ്റിംഗ് ടാസ്ക് എന്ന് പറയുന്നത്. ഹിയർ ഇവിടുത്തെ മെയിൻ ടാസ്ക് എന്ന് പറയുന്നത് എന്താണ്, ഫൈൻഡിങ് or creating new users or new users of the product to convert falling demand or faltering demand into positive demand. അല്ലേ, falling ഡിമാൻഡിനെ അല്ലെങ്കിൽ faltering ഡിമാൻഡിനെ പോസിറ്റീവ് ഡിമാൻഡാക്കി എന്ത് ചെയ്യുക, കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റിന് പുതിയ യൂസ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ന്യൂ യൂസേഴ്സിനൊക്കെ എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. അതാണ് മാർക്കറ്റിംഗ് ടാസ്ക് എന്ന് പറയുന്നത്. Then the fourth one is maintenance marketing. Maintenance marketing. Sometimes there is a full demand for a product or service. അല്ലേ, ചില സമയത്ത് നമ്മുടെ പ്രോഡക്റ്റിന് നല്ല ഡിമാൻഡ് ആയിരിക്കും, അതായത് ഫുൾ ഡിമാൻഡാണ്, ഒട്ടും ഡിമാൻഡ് കുറവില്ലാത്തൊരു സമയം. Then full demand exists when current level of demand for a product or service is equal to the desired level. നമ്മൾ ആഗ്രഹിച്ച ലെവലിൽ തന്നെ നമ്മുടെ ഡിമാൻഡ് ഉണ്ടെങ്കിലാണ് അതിന് നമ്മൾ ഫുൾ ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫുൾ ലെവലിൽ നിൽക്കുമ്പോഴുള്ള ടാസ്ക്കാണ് ഏതെന്ന് പറയുന്നത്, മെയിൻ്റനൻസ് ടാസ്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെയിൻ്റനൻസ് മാർക്കറ്റിംഗ് ടാസ്ക് എന്ന് പറയുന്നത്. ഹിയർ ദ ടാസ്ക് ഓഫ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് ഈസ് ടു മോണിറ്റർ ദി ഡിമാൻഡ് ലെവൽ കണ്ടിന്യൂസ്ലി ആൻഡ് മെയിൻറ്റെയിൻ ഇറ്റ്. ഇവിടെ എന്താണ് ടാസ്ക് എന്ന് പറയുന്നത്, മോണിറ്ററിങ് ദ ഡിമാൻഡ് ലെവൽ ആൻഡ് മെയിൻറ്റെയിനിങ് അറ്റ് ദി ഫുൾ ലെവൽ ഓഫ് ഡിമാൻഡ്. ആ ഒരു ഫുൾ ലെവൽ ഓഫ് ഡിമാൻഡ് ഓൾവേസ് എന്ത് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക. ദെൻ this is called maintenance marketing. Then these are the 4 marketing management tasks. First one, conversional marketing. ഈ കൺവേർഷണൽ മാർക്കറ്റിംഗ് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്, നെഗറ്റീവ് ഡിമാൻഡ് ഉള്ളപ്പോഴാണ്. നെഗറ്റീവ് ഡിമാൻഡിനെ പോസിറ്റീവ് ഡിമാൻഡാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് കൺവേർഷണൽ മാർക്കറ്റിംഗ് ടാസ്ക് ഉപയോഗിക്കുന്നത്. സെക്കൻഡ് വൺ, ഡെവലപ്മെൻറ്റൽ മാർക്കറ്റിംഗ്. ഡെവലപ്മെൻറ്റൽ മാർക്കറ്റിംഗ് നമ്മൾ ഉപയോഗിക്കുന്നത് ലാറ്റൻറ്റ് മാർക്കറ്റ് ഉള്ളപ്പോഴാണ്, ലാറ്റൻറ്റ് ഡിമാൻഡ് ഉള്ളപ്പോഴാണ്. ലാറ്റൻറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺറിയലൈസ്ഡ് ഡിമാൻഡാണ്, അല്ലേ, ഇതുവരെ നമ്മൾ റിയലൈസ് ചെയ്യാത്തതും ഭാവിയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളതുമായ ഡിമാൻഡിനെയാണ് നമ്മൾ ലാറ്റൻറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ആ ലാറ്റൻറ്റ് ഡിമാൻഡിനെ ആക്ച്വൽ ഡിമാൻഡാക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടാസ്ക്കാണ് ഡെവലപ്മെൻറ്റൽ മാർക്കറ്റിംഗ് ടാസ്ക് എന്ന് പറയുന്നത്. ദെൻ റീമാർക്കറ്റിംഗ്, എക്സിസ്റ്റിംഗ് ഡിമാൻഡിൽ കുറവ് വരുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഇത്രയും നാൾ ഉണ്ടായിക്കൊണ്ടിരുന്ന ഡിമാൻഡിൽ കുറവ് വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന മാർക്കറ്റിംഗ് ടാസ്ക്കാണ് റീമാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ, മെയിൻ്റനൻസ് മാർക്കറ്റിംഗ് ആണ്. അതായത് ഫുൾ ലെവൽ ഓഫ് ഡിമാൻഡാണ് നമുക്കിപ്പോൾ ഉള്ളത്, അതിനെ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യുകയും ആ ഒരു ഫുൾ ലെവൽ ഓഫ് ഡിമാൻഡിനെ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുമ്പോഴാണ് അതിനെ നമ്മൾ മെയിൻ്റനൻസ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ദീസ് ആർ ദി 4 മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് ടാസ്ക്. ഓക്കെ, താങ്ക് യു. ഇതോടുകൂടി നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ തീർന്നിട്ടുണ്ട്. എല്ലാവരും നന്നായി വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.